ഹലോ ഗേസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആ തോരൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ തോരൻ്റെ പേര് കിഴങ്ങ് പയർ തോരൻ എന്നാണ്. ആദ്യം തന്നെ കുറച്ച് പയറെടുത്തിട്ട് അരിയുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കിഴങ്ങിങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം സവാള കുനുകുനാന്നരിയണം. പയറും കിഴങ്ങും സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, തേങ്ങ, മുളക്, ഇത്രയും സാധനമാണ് വേണ്ടത്. ആദ്യം തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിലേക്ക് ഒരു 2 പിടി തേങ്ങയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകവും കൂടി അതിലോട്ട് ചേർക്കുക. ഇത്രയും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലൊരു ചെറിയ രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സ്വല്പം മാത്രം മതി. ഇനി ഇതിലേക്ക് എണ്ണ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കടുകിടുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കടുകും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയെല്ലാം അതെല്ലാം ഒന്ന് മിക്സായിട്ട് സവാള ഒന്ന് മൂക്കാനായിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ചേർക്കുക. കിഴങ്ങും ചേർത്ത് സവാളയും കിഴങ്ങും അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു ശകലം മുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മൂടി എടുത്തിട്ട് നമ്മളത് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുറച്ച് വേവിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും കൂടി അതിനകത്തോട്ട് ചേർക്കുക. ഇത്രയും സാധനം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുക. വീണ്ടും ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് പൊത്തി ഈ കാണിക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ പൊത്തി വെക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് മൂടി എടുത്തിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മാത്രം മതി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കിയെല്ലാം അതിനകത്തെ വെള്ളമെല്ലാം തോത്തിയെടുത്ത് കഴിഞ്ഞു തോരൻ റെഡി. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ തോരന്, അച്ചാർ, ചമ്മന്തി, ഉണക്കമീൻ ഇത്രയും കൂടി കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. കാരണം ആ ചമ്മന്തിയും ഉണക്കമീനും അച്ചാറും തോരനോട് മിക്സ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിപ്പോയി. എല്ലാവരും എൻ്റെ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ്.